السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. അദ്കിയ ക്ലാസ് 5. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹംദിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞത്. ഇനിയും ഹംദിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ക്ലാസ് അവസാനിപ്പിച്ചത്. ആദ്യമായി ഹംദിന്റെ ഒരു ഫള് കൂടെ പറയാം. ഖാല ഇബ്നു നാജി അൽഹംദുലില്ലാഹി 8 അഹ്റുഫ് വഅബ്വാബുൽ ജന്നത്തി 8 فمن قالها فتحت له أبواب الجنة 8. അൽഹംദുലില്ലാ എന്ന വാചകത്തിലെ അക്ഷരങ്ങൾ 8 സ്വർഗീയ കവാടങ്ങളും 8. അപ്പോൾ ഇഖ്ലാസോടുകൂടെ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവനിക്ക് തുറക്കപ്പെടും എന്നതാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. മറ്റൊന്ന്, നമുക്കെല്ലാവർക്കും അറിയും പോലെ ഹംദ് 4 ഇനമാണല്ലോ. 2 ഖദീമായ ഹംദും 2 ഹാദിസായ ഹംദുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് അവന്റെ മഹത്വങ്ങൾ പറഞ്ഞത്, അവനെ സ്തുതിച്ചു പറഞ്ഞത്, അതാണ് ഖദീമായ ഒരു ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ കുറിച്ച് മഹത്വം പറഞ്ഞത്, നബിതങ്ങളെ കുറിച്ച്, അതേപ്രകാരം അയ്യൂബ് നബിയെ കുറിച്ച് ഇങ്ങനെ ഖദീമായ അല്ലാഹുവിന്റെ ആ അസലിയായ ആ കലാം, ആ ഖദീമായ കലാം, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ കുറിച്ച് പറഞ്ഞ മദ്ഹ്, ഇത് രണ്ടും ഖദീമായ ഹംദിന്റെ കൂട്ടത്തിലാണ്. ഇനി പടപ്പുകൾ യജമാനനായ അല്ലാഹുവിന് സ്തുതിച്ചു പറഞ്ഞ ആ സ്തുതി ഹാദിസായ ഹംദിന്റെ കൂട്ടത്തിലാണ്. പടപ്പുകളെ സംബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന മദ്ഹുകൾ, അതും ഹാദിസായ ഹംദാണ്. ഫതുൽ മുഈന്റെ ആശയാകുന്ന ഈ ആനത്തിൽ കാണാം ഹംദിന്റെ വിധികളെ കുറിച്ച് പറഞ്ഞത് കാണാം. അഥവാ യൻഖസിമുൽ ഹംദു ഇലാ വാജിബിൻ കൽ ഹംദി ഫി സ്വലാത്തി വഫി ഖുതുബത്തിൽ ജുമുഅത്തി. വാജിബായ ഹംദുണ്ട്, സുന്നത്തായ ഹംദുണ്ട്, അതുപോലെ കറാഹത്തായ ഹംദുണ്ട്, ഹറാമായ ഹംദുമുണ്ട്. നിസ്കാരത്തിൽ നാം ഫാത്തിഹ ഓതുന്നു. ആ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതൽ നിർബന്ധമാണ്. ആ ആയത്ത് ഓതാതെ ഫാത്തിഹ ഓതിയാൽ നിസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ ഫാത്തിഹ നിർബന്ധമായതുപോലെ ഫാത്തിഹയിലെ ഹംദ് നിർബന്ധമാണ്. അതേപ്രകാരം ഖുതുബ ശരിയാകണമെങ്കിൽ ആ ഖുതുബയുടെ ഫർദാകുന്ന ഹംദ് അതിൽ പറയണം. ഇനി സുന്നത്തായ ഹംദാണ് മറ്റൊന്ന്. അഥവാ ഖുതുബ, നിക്കാഹിന്റെ ഖുതുബയിലെ ഹംദ്, അത് സുന്നത്തായ ഹംദിന്റെ ഉദാഹരണമാണ്. അതുപോലെ നാം ഏതു പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന വേളയിലും ആ പ്രാർത്ഥന ഹംദ് കൊണ്ട് തുടങ്ങുക എന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മാർഗമാണ്, സുന്നത്തുമാണ്. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, വെള്ളം കുടിച്ചതിന് ശേഷം, ഇത്തരം വിഷയങ്ങൾക്ക് ശേഷമൊക്കെ ഹംദ് പറയൽ സുന്നത്താണ്.
ഉസ്താദുമാർ ദർസ് ആരംഭിക്കുന്ന വേളയിൽ ഹംദ് പറയൽ, വിദ്യാർത്ഥികൾ ഉസ്താദുമാരുടെ മുമ്പിൽ കിതാബ് ഓതിക്കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഹംദ് പറയൽ, വഖിറാഅത്തു താലിബീന ബൈന യദൈൽ മുഅല്ലിമീന, ഉസ്താദുമാർക്ക് മുമ്പിൽ വിദ്യാർത്ഥികൾ കിതാബ് ഓതിക്കൊടുക്കുമ്പോൾ അവിടെ ഹംദ് പറയൽ, ഹംദ് ചൊല്ലല് സുന്നത്തുണ്ട്. ഇനി കറാഹത്തായ ഹംദ് ഏതാണ്? കൽ ഹംദ് ഫിൽ അമാക്കിനിൽ മുസ്തഖ്ദിറ, മ്ലേച്ഛമായ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ഹംദ് പറയൽ, അറവുശാലകളിൽ അതുപോലെ കച്ചറ കൊണ്ടുപോയിടുന്ന സ്ഥലങ്ങളിൽ, വൃത്തികേടുകളുള്ള സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് പറയും പോലെ. ഓ മഹല്ലു ഖലാഇൽ ഹാജത്തി, ഖലാഉൽ ഹാജത്തിന് വേണ്ടി ബാത്റൂമല്ല മറ്റു സ്ഥലങ്ങളിൽ ഖലാഉൽ ഹാജത്തിന് വേണ്ടി പോയിരിക്കുമ്പോൾ, കാഷ്ടം വരുമ്പോഴല്ല മൂത്രം വരുമ്പോഴുമല്ല, പഴയ കാലത്തൊക്കെ മറക്കിരിക്കലാണല്ലോ. ഇന്ന് ബാത്റൂമും കക്കൂസൊക്കെ ഉണ്ടായ കാരണം കൊണ്ട് അവിടെ തീരെ പാടില്ല. അല്ലാതെ മറക്കരുതെന്ന് എവിടെയെങ്കിലും പൊന്തയിലോ കാട്ടിലോ ഒക്കെ പോയിരിക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ കാഷ്ടവും മൂത്രവും വരാത്ത വേളയിൽ ഹംദ് പറയല് അത് കറാഹത്താണ്. എന്നാൽ ഹറാമായ ഹംദാണ് കൽ ഹംദി ഇൻദൽ ഫർഹി ബിൽ വുഖൂഇ ഫീ മഅസിയത്തിൻ, തെറ്റായ കാര്യങ്ങളിൽ, ഉദാഹരണം കള്ളു കുടിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയൽ, അത് ഒരു ഹറാമായ കാര്യമാണ്. വ്യഭിചാരം ചെയ്തതിനു ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയൽ, ഇത്തരം തെറ്റുകളിൽ അകപ്പെട്ടതിന് ശേഷം അതിന്റെ സന്തോഷവേളയിൽ ആ ഒരു വിഷയത്തിൽ പങ്കെടുത്ത ആ ഒരു ആനന്ദം കൊണ്ട്, ആ ഒരു രസം കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയൽ അത് ഹറാമാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഹംദുകൾ വേർതിരിയുന്നുണ്ട്. വാജിബിലേക്കും സുന്നത്തിലേക്കും കറാഹത്തിലേക്കും ഹറാമിലേക്കുമെല്ലാം ഹംദ് ഓഹരിയാകുന്നു, ശ്രദ്ധിക്കുന്നു. ഇനിയും വിശാലമായി പറയുകയാണെങ്കിൽ ഹംദ് ചെയ്യുമ്പോൾ 5 അഭിവാജ്യ ഘടകങ്ങൾ അവിടെ വരികയാണ്. 1 ഹാമിദ്, 2 മഹ്മൂദ്, 3 മഹ്മൂദ് ബിഹി, 4 മഹ്മൂദ് അലൈഹി, 5ാമത്തെ കാര്യം സിയഗ, അഥവാ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയാണ് ഹാമിദ്, അള്ളാഹുവാണ് മഹ്മൂദ്. എന്തുകൊണ്ടാണോ നാം ഹംദ് ചെയ്യുന്നത് ആണ് മഹ്മൂദ്, എന്തുകൊണ്ടാണോ ഹംദ് ചെയ്യപ്പെടുന്നത് ആണ് മഹ്മൂദ് ബിഹി, എന്തിന്റെ പേരിലാണോ നാം ഹംദ് ചെയ്യുന്നതെങ്കിൽ അതാണ് മഹ്മൂദ് അലൈഹി. ഇങ്ങനെ ഹാമിദും മഹ്മൂദും മഹ്മൂദ് ബിഹിയും മഹ്മൂദ് അലൈഹിയും സീഗയും, അത് പ്രത്യേക വാചകമാണല്ലോ, ആ വാചകം, ഇതെല്ലാം ഒരു ഹംദിന്റെ അവസ്ഥയിൽ ഉണ്ടാകണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഹംദ് പറയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹംദ് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഖൈറായ സന്ദർഭത്തിലും ഹംദുകൾ ചൊല്ലാനുള്ള ഓർമ്മ നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശാലമായി പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ഒരുപാട് സമയമുണ്ടാകുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് താല്പര്യം കുറഞ്ഞു വരും. ചുരുങ്ങിയ സമയത്തിനുള്ളിലാകുമ്പോൾ അത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. നാം എല്ലാവരും പ്രത്യേകിച്ച് വോയിസ് നോക്കുമ്പോൾ എത്ര MB ഉണ്ട് എന്ന് നോക്കിയിട്ടാണെങ്കിലും നമ്മൾ കേൾക്കാറുള്ളത്. തോനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കേൾക്കാൻ സമയം കാണൂല. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ മാത്രമാണ് പറയുന്നത്.
ആരും വെറുപ്പ് വിചാരിക്കരുത്. വലിയ വലിയ ആലിമീങ്ങളൊക്കെ എനിക്ക് പ്രത്യേകം ദുആ ചെയ്യണമെന്നും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ ഇൽമ് അല്ലാഹു കൂട്ടിത്തരുമാറാവട്ടെ. നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും. കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, തിരുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.